നമസ്കാരം. റാപ്പ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സിംപ്ലി വാവ്! അതേ പറയാനുള്ളൂ. ലൂക്ക മോഡ്രിച്ചിൻ്റെ ആ ഗോളിന് 10-30 വാര അകലെ നിന്ന് തൊടുത്തുവിട്ട കിടിലൻ ഷോട്ട് എതിരാളികളുടെ വലയിലേക്ക് കയറുന്നു. 100-ലധികം ആക്യുറേറ്റ് പാസുകൾ, 5-ലധികം കീ പാസുകളൊക്കെ ആയിട്ട് ഈ പ്രായത്തിൽ ഇങ്ങനെ മിന്നിക്കത്തി കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയല്ലേ താരം. ലൂക്ക മോഡ്രിച്ചിന്റെ ഗോൾ കൂടാതെ വിനി ജൂനിയറുടെ ഗോൾ അങ്ങനെ 2-0 ജിറോണയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. റയൽ മാഡ്രിഡ് പോയിന്റ് പട്ടികയിൽ എഫ് സി ബാഴ്സലോണക്കൊപ്പം 54 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഗോൾ ഡിഫറൻസിന്റെ ഒരു ആനുകൂല്യത്തിൽ ബാഴ്സ ഒന്നാമതും റയൽ രണ്ടാമതുമാണ്. 25 കളികളിൽ നിന്ന് 53 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് മൂന്നാം സ്ഥാനത്താണ്. ലാലിഗയിലെ കിരീട പോരാട്ടം കനക്കുകയാണ് എന്നർത്ഥം. റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ, റോഡ്രിഗോ, ബ്രാഹിം എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 41-ാമത്തെ മിനിറ്റിലാണ് ലൂക്ക മോഡ്രിച്ചിന്റെ കിടിലൻ ഗോൾ പിറക്കുന്നത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 83-ാമത്തെ മിനിറ്റിലാണ് വിനിയുടെ ഗോൾ പിറക്കുന്നത്. വിനിയും എംബാപ്പയും തമ്മിലുള്ള കണക്ഷൻ വളരെ മികച്ച രൂപത്തിൽ ഒരു നീക്കം നടത്തി. എംബാപ്പയിൽ നിന്ന് ലഭിച്ച ബോളാണ് വിനി വലയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ 2-0 വിജയം റയൽ മാഡ്രിഡ് സ്വന്തമാക്കുകയും ചെയ്തു. ഏതായാലും ലാലിഗയിലെ കിരീട പോരാട്ടം ഓരോ മാച്ച് വീക്കുകളിലും ഏറെ ആവേശമുള്ളതായി മാറുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.